ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്മാസ് നിറങ്ങളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ 2-3 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു എൻ്റെ സ്റ്റോറി കേട്ടോ. അത് ചെറിയ രൂപത്തിലാണ്, ഞാൻ വളരെയധികം വെട്ടിച്ചുരുക്കിയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ സ്റ്റോറിയുടെ പേരാണ് കാസർഗോഡ് മുതൽ കോട്ടയം വരെ. കന്യാകുമാരി വരെ അല്ല കേട്ടോ, അവിടം വരെ പോയിട്ടില്ല. കാസർഗോഡ് മുതൽ കോട്ടയം വരെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കാണും എന്ന് വിശ്വസിക്കുന്നു. കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. താങ്ക്. അങ്ങനെ എന്താ പറയണ്ടേ, പച്ചപ്പ് നിറഞ്ഞ വളരെ മനോഹരമായ ഒരു ഗ്രാമപ്രദേശം, കാസർഗോഡിൻ്റെ ഒരു കിഴക്കൻ ഗ്രാമപ്രദേശം. അതായത് കാഞ്ഞങ്ങാടൊക്കെ കഴിഞ്ഞ് അതിൻ്റെ കിഴക്കൻ കുടിയേറ്റ മേഖലയിൽ നിന്നും അക്ഷരനഗരി എന്നറിയപ്പെടുന്ന നമ്മുടെ കോട്ടയം ജില്ലയിലേക്ക് അവിടെ തന്നെയുള്ള ഒരു ഗ്രാമപ്രദേശത്തേക്കാണ് ഞാൻ ആദ്യമായിട്ട് 2014 ഫെബ്രുവരി മാസം 15-ാം തീയതി എന്നെ വിവാഹം കഴിച്ചുകൊണ്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ വിവാഹം എന്ന കൂദാശയിലൂടെ ദൈവം അങ്ങനെ എനിക്കൊരു നല്ല ഭർത്താവിനെ തന്നു. അന്നും ഇന്നും ദൈവം അനുഗ്രഹിച്ച് എന്താ പറയണ്ടേ, ഞങ്ങൾ ദൈവം അനുഗ്രഹിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്നു കേട്ടോ. അങ്ങനെ അതും ഒരു ഗ്രാമപ്രദേശം തന്നെയാണ് കേട്ടോ. അങ്ങനെ എന്താ പറയണ്ടേ, പണ്ട് കാർന്നോന്മാരായിട്ട് കോട്ടയത്ത് നിന്നും മലബാറിൻ്റെ എന്താ പറയണ്ടേ, മലബാറിൻ്റെ മണ്ണിലേക്ക് കാടും മലയും എല്ലാം വെട്ടി നിർത്തിയ റോഡും സ്കൂളുകളും കോളേജുകളും എല്ലാം സൃഷ്ടിച്ചു. അവരുടെ വിയർപ്പിൻ്റെ അധ്വാനം തന്നെയാണ്, അവരുടെ വിയർപ്പിൻ്റെ അല്ലെങ്കിൽ അവരുടെ അധ്വാനത്തിൻ്റെ ഫലം തന്നെയാണ് ഇന്ന് മലബാറിൽ കാണപ്പെടുന്ന വലിയ വലിയ ബിൽഡിങ്ങുകളും നല്ല സുഗമമായി പോകാൻ പറ്റുന്ന റോഡുകളും കോളേജുകളും സ്കൂളുകളും ഒക്കെ ഈ പഴയ ആൾക്കാരുടെ അധ്വാനത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ വിയർപ്പിൻ്റെ ഫലം തന്നെയാണ്. അവരുടെ ആ പാരമ്പര്യം അല്ലെങ്കിൽ അവരാ സൃഷ്ടിച്ച് അവർ പണ്ട് കോട്ടയത്ത് നിന്ന് മലബാറിലേക്ക് ഇതെല്ലാം ഉണ്ടാക്കാൻ വേണ്ടി മലബാറിലേക്ക് എന്താ പറയുക, ചെരുപ്പും ഒന്നും ഇടാതെ നമ്മുടെ കാർന്നോന്മാരായിട്ട് വന്നതുകൊണ്ട് ആ ഒരു പാരമ്പര്യം ഉള്ളതുകൊണ്ട്, എനിക്കൊക്കെ ഉള്ളതുകൊണ്ട്, എനിക്ക് മാത്രമല്ല അവിടെ ഉള്ളവർക്കെല്ലാം അങ്ങനെയൊക്കെ തന്നെയാണ്. ഏകദേശം അവിടെ ഉള്ളവരെല്ലാം അവരുടെ എല്ലാം കാർന്നോന്മാർ പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുന്നേ മലബാറിലേക്ക് വന്നവരാണ് കേട്ടോ. അങ്ങനെ ആ ഒരു പാരമ്പര്യം ഉള്ളതുകൊണ്ട് നമുക്കിന്നും കോട്ടയം ഭാഷ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഒട്ടും ബുദ്ധിമുട്ടല്ല കേട്ടോ. കാരണം കോട്ടയം ഭാഷയാണ്, അല്ലെങ്കിൽ ആ കോട്ടയത്തിൻ്റെ സ്ലാങ് തന്നെയാണ് ഞങ്ങൾ അന്നും ഇന്നും ഉപയോഗിക്കുന്നത്. കാരണം നമ്മുടെ കാർന്നോന്മാരെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോട്ടയം, നീണ്ടൂർ, അല്ലെങ്കിൽ കുറുപ്പന്തറ, അല്ലെങ്കിൽ ഉഴവൂർ, അങ്ങനെ പാരമ്പര്യം അവിടുന്ന് പണ്ട് മുതലേ വന്നവരായതുകൊണ്ട്, കുറുമുള്ളൂർ അങ്ങനെ ഏരിയയിൽ നിന്ന് വന്നവരായതുകൊണ്ട് ആ ഒരു കോട്ടയത്തിൻ്റെ ഭാഷ തന്നെ അല്ലെങ്കിൽ കോട്ടയത്തിൻ്റെ സ്ലാങ് തന്നെയാണ് ഞങ്ങൾ അന്നും ഇന്നും ഉപയോഗിക്കുന്നത്. എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ വ്യത്യാസം തോന്നിയിട്ടുള്ളൂ കേട്ടോ. അതായത് കോട്ടയത്തുള്ള വീടുകൾ തമ്മിൽ വലിയ വ്യത്യാസമില്ല. ചിലപ്പം ഒരു ഗേറ്റ് കൊണ്ട് അല്ലെങ്കിൽ മതിലുകൾ കൊണ്ട് മാത്രം എന്താ പറയണ്ടേ, മതിലുകൾ കൊണ്ട് മാത്രം അവർ വേർതിരിച്ച് അത്രേ ഉള്ളൂ ദൂരം വേർതിരിച്ച് വെച്ചിരിക്കുന്നു. പക്ഷെ മലബാറിലെ വീടുകൾ എന്ന് പറയുമ്പോഴത്തേക്കും പറമ്പ് കൂടുതലുള്ളതുകൊണ്ട് എന്താ പറയണ്ടേ, ഒരു വീട് കഴിഞ്ഞ് കുറേ ദൂരം കഴിഞ്ഞിട്ടാണ് അടുത്ത വീടുകളും കാര്യങ്ങളൊക്കെ. അതൊക്കെയാണ് എനിക്ക് ചെറിയ വ്യത്യാസങ്ങൾ തോന്നിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ എന്താ പറയണ്ടേ, അങ്ങനെ മലബാറിലെ സ്ഥലങ്ങൾ തമ്മിൽ ഈ പറഞ്ഞ പോലെ സ്ഥലങ്ങൾ തമ്മിൽ ദൂരം കൂടുതലായതിനാൽ വീടുകളും ഒത്തിരി വീടുകൾക്കിടയിലുള്ള അന്തരവും വളരെ കൂടുതലാണ് കേട്ടോ. പിന്നെ അതുപോലെ ജാതിമത ഭേദമന്യേ അന്നും ഇന്നും നമ്മുടെ നാടുകളിലെല്ലാം ആൾക്കാർ അന്നും ഇന്നും ദൈവനുഗ്രഹിച്ച് ജീവിച്ചു പോകുന്നു. പിന്നെ എന്താണ് പറയണ്ടേ, പിന്നെ എനിക്കൊരു വ്യത്യാസം തോന്നിയത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, കാസർഗോഡ് നമ്മൾ തോട് അല്ലെങ്കിൽ പുഴ, ആറ് എന്നൊക്കെ പറയും. പക്ഷേ എൻ്റെ ഹസ്ബൻഡൊക്കെ കനാൽ എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. അതൊക്കെ ഒരു ചെറിയ വ്യത്യാസം പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ചിരി വന്നിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ പണ്ട് കോട്ടയത്ത് ഒരു നമ്മുടെ ബേക്കറി ഷോപ്പിൽ ചെന്നപ്പോഴത്തേക്കും ലഡു, അവിടുത്തെ ലഡുവൊക്കെ അതായത് ഓരോ ലഡുവിനാണ് പൈസ. പക്ഷേ മലബാറിൽ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല ഓരോ ലഡുവിന് പൈസ കേട്ടോ. നമ്മൾ 1 കിലോ ലഡു അങ്ങനെ ഓരോ കിലോ കണക്കിനാണ് ലഡുവിനൊക്കെ പൈസ കേട്ടോ. അതൊക്കെയാണ് ചെറിയ വ്യത്യാസം എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
പിന്നത്തെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാസർഗോഡ് ടു കോട്ടയം യാത്ര അതൊക്കെ വിവാഹം കഴിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ആ യാത്രയുടെ ബുദ്ധിമുട്ടും അല്ലെങ്കിൽ ആ യാത്ര എന്തുമാത്രം ദൂരം അല്ലെങ്കിൽ 8-9 മണിക്കൂർ ഇരിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് ശരിക്കും മനസ്സിലാവുള്ളൂ കേട്ടോ. പക്ഷേ ഇപ്പം എല്ലാ സ്പീഡ് ട്രെയിനുകളും കാര്യങ്ങളും എല്ലാം വന്നുകൊണ്ട് അത്രയും മണിക്കൂറൊന്നും നമ്മൾ ഇരിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഒരു 4-5 മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അവിടെ കോട്ടയത്തും അല്ലെങ്കിൽ കാസർഗോഡ് എത്തുമെന്ന് തോന്നുന്നു. ആ ഒരു ഇതിലൊക്കെ മാത്രമേ ചെറിയ വ്യത്യാസമുണ്ട്. പിന്നെ എന്താ പറയണ്ടേ, അപ്പോൾ എല്ലാവരും ചോദിക്കും പിന്നെ എന്തിനാണ് ഇത്രയും ദൂരെ അല്ലെങ്കിൽ കാസർഗോഡ് ടു കോട്ടയം കല്യാണം കഴിച്ച് വന്നത് എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് വേറൊന്നുമല്ല, നമുക്ക് എന്താ പറയണ്ടേ, ദൈവം നമുക്ക് എത്ര ദൂരെയാണെങ്കിലും ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു ഇണയെ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ദൈവം എനിക്ക് വെച്ചിരിക്കുന്ന ഒരു നല്ല ഇണ എന്ന് തന്നെ ഞാൻ പറയും കേട്ടോ. അതാണ് ദൈവം അങ്ങ് കിലോമീറ്ററുകൾ ദൂരെ ദൈവം കോട്ടയത്ത് വെച്ചിരുന്നത്. അതിനെ ദൈവം എനിക്ക് തന്നു. ഞാനിത് 2 കൈയോടും കൂടി സ്വീകരിച്ചു. അങ്ങനെ എന്താ പറയണ്ടേ, ഒരു ക്നാനായ പാരമ്പര്യത്തിൽ നിന്നും ഞാൻ പാലാ രൂപതയിലേക്ക് 11 വർഷങ്ങൾക്ക് മുന്നേ 11 വർഷങ്ങൾക്ക് മുന്നേ 2014 ഞാൻ മാറി. പിന്നെ അതുകൊണ്ട് ഏകദേശം 11 വർഷമായി. അങ്ങനെ ഞങ്ങൾ എന്താ പറയണ്ടേ, സന്തോഷത്തോടെ സമാധാനത്തോടെ അന്നും ഇന്നും ദൈവത്തിൻ്റെ കൃപയാൽ നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ എന്നാ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ചെറിയ വ്യത്യാസം, അതായത് മലബാറും കോട്ടയം തമ്മിലുള്ള ചെറിയ വ്യത്യാസം, അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മലബാറും കോട്ടയം തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല എങ്കിലും പിന്നെ ഭാഷയിൽ വ്യത്യാസമുണ്ട്. പക്ഷേ ഞങ്ങളുടെ ഭാഷയിൽ എനിക്ക് അങ്ങനത്തെ ഭാഷയിൽ വ്യത്യാസം ഇല്ല എന്നാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത് കേട്ടോ. എൻ്റെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. എനിക്കത്രയും എന്താ പറയണ്ടേ, കാസർഗോഡിൻ്റെ ഒരു ഭാഷ വന്നിട്ടില്ല എന്നാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. കാരണം നമ്മുടെ ആ ഏരിയ മുഴുവൻ പണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുടിയേറ്റ മേഖലയാണ്. പണ്ട് കോട്ടയത്ത് നിന്ന് ഈ പറഞ്ഞ കാർന്നോന്മാർ വന്നിട്ടുള്ള മേഖലയാണ് കേട്ടോ. അപ്പോൾ ആ ഏരിയയിലുള്ളവർ എല്ലാവരും ഇതുപോലെ നമ്മുടെ ശരിക്കും കോട്ടയം സ്ലാങ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അതുപോലെ ചെറിയ മാറ്റങ്ങൾ ഇതൊക്കെയാണ് എന്താ പറയണ്ടേ, ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.